കാട് കയറി കിടക്കാൻ കേട്ടോ. നമ്മുടെ വീടിന്റെ സ്ട്രക്ചർ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷേനെക്കാട്ടും കുറച്ച് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. ഇപ്പോൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് വീടിന്റെ സ്ക്വയർ ഫീറ്റും കോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം. ഇതാണ് നമ്മുടെ കിച്ചൺ. ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീടിന്റെ വീഡിയോ ആണ്. വീടിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ കാലമായി കേട്ടോ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ട സമയത്ത് അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിന്റെ ബാക്കിയുള്ള പ്രോഗ്രസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീടിനെ പറ്റി ഒരുപാട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റിൽ വന്നിട്ട്. അതുപോലെ നമ്മൾ ഇൻസ്റ്റയിൽ ചെറിയൊരു റീലും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ റീലും കുറച്ച് ആൾക്കാർ കാണുകയും അതേപോലെ നമ്മുടെ ഇൻബോക്സിലൊക്കെ വന്നിട്ട് വർക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ പണി നടക്കുന്ന സൈറ്റിലാണുള്ളത്. അപ്പം ഏകദേശം ഒരു 1.5 മാസത്തോളമായിട്ട് ഇവിടെ വർക്കും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കേട്ടോ. അതിനെപ്പറ്റിയൊക്കെ പറയാം. അപ്പോൾ നമ്മളും ഏകദേശം ഒരു മാസത്തോളമായി ഇങ്ങോട്ട് വന്നിട്ട് സമയവും കാര്യങ്ങളൊന്നും ഇല്ലാതായിപ്പോൾ അതാണ് വരാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ കാണുന്ന കാഴ്ചകൾ ഭയങ്കര ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് കാട് കയറി കിടക്കാൻ കേട്ടോ. ഇതിനകത്ത് വീടിരിക്കുന്നത് നല്ലോണം അറിയാൻ പോലും പറ്റുന്നില്ല. മേലെ റോഡിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേ മുമ്പത്തെ ആദ്യമായിട്ട വീഡിയോയിലൊക്കെ നമ്മളിവിടെ വൃത്തിയാക്കുന്ന കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് വൃത്തിയാക്കി ആ ലെവലിൽ തന്നെ ഇപ്പോൾ വീണ്ടും എത്തി നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം ഒന്നുകൂടെ നമുക്ക് വൃത്തിയാക്കാനായിട്ട് പറ്റത്തില്ല, കാരണം മഴ സീസണാണ്. ഇങ്ങനെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കും. മഴ തോന്നുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും മഴ പെയ്യുന്നു. വൃത്തിയാക്കിയാലും വീണ്ടും 1-2 ആഴ്ച കൊണ്ട് ഇവിടെ അതേപോലെ തന്നെ കാടാവും. അപ്പോൾ ഇനി വീടിൻ്റെ കാര്യങ്ങളിലോട്ട് വരാം. വീടിൻ്റെ ലിൻഡൽ ലെവലിലുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നേരത്തെ കണ്ടത് കേട്ടോ. ആ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു 2 മാസം മുമ്പ് ഷൂട്ട് ചെയ്തതാണ്. അപ്ലോഡ് ചെയ്തത് കഴിഞ്ഞ മാസമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം വീഡിയോ ഇടുന്നത് അടുത്ത മാസം തന്നെ. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിനെക്കാട്ടും കുറച്ചുകൂടിയൊക്കെ പണിയും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വാർപ്പ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടവർ റൂം കെട്ടിയിട്ടുണ്ടായിരുന്നു. വാർപ്പ് കഴിഞ്ഞ് തട്ടിളക്കി ടവർ റൂം കെട്ടി അതിൻ്റെ തട്ടുകളക്കി നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചർ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പണികൾ തുടങ്ങണം. സ്ട്രക്ചറൊക്കെ കഴിഞ്ഞിട്ട് 1.5 മാസം ആയി കേട്ടോ. ഫണ്ടിഷും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പ്രതീക്ഷേനെക്കാട്ടും കുറച്ച് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച രീതിക്ക് പണി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല കേട്ടോ. ഫുൾ ഫിനിഷ് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം ആദ്യമൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ഇപ്പോൾ ഒട്ടുമില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഫുൾ ഫിനിഷ് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് പാലയച്ചിട്ട് കയറാന്നൊക്കെ ഉള്ളൊരു പരിപാടിയിലാണ് നിന്നത്. പക്ഷെ ഇപ്പം ആ ഒരു സിറ്റുവേഷനിലോട്ട് എത്തുന്നില്ല. കാരണം നമ്മൾ വീട് വെച്ചുവെച്ചുന്ന സമയത്ത് ചെറിയ കൂട്ടിച്ചേർക്കലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയപ്പോഴത്തേക്ക് സ്ക്വയർ ഫീറ്റിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ട് ഒരു 100-150 സ്ക്വയർ ഫീറ്റിന്റെ വ്യത്യാസം. പ്ലാൻ വരച്ചത് 850 സ്ക്വയർ ഫീറ്റും ഇപ്പം സ്ട്രക്ചർ തീർന്നപ്പോൾ ഏകദേശം 980 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. പിന്നെ അതൊരു വലിയ കൂട്ടിച്ചേർക്കലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര വലിയൊരു കൂട്ടിച്ചേർക്കലായിട്ട് തോന്നുന്നുമില്ല. ആകെ വ്യത്യാസം വന്നത് സ്റ്റെയർ റൂം കുറച്ചൊന്ന് തള്ളി അടിക്കേണ്ടി വന്നു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ സ്ക്വയർ ഫീറ്റ് കുറയ്ക്കാൻ വേണ്ടി ഫ്രണ്ടിലൊരു കട്ടിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കട്ടിങ് എടുത്ത് കളഞ്ഞു. അതിപ്പോൾ നിങ്ങൾക്ക് അകത്തോട്ട് കയറുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വന്ന സമയത്ത് മഴയും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഇങ്ങനെ ഇവിടെ ഇരുന്നപ്പോഴത്തേക്കാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഇൻസ്റ്റയിലെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ പേർക്കും അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് വീടിൻ്റെ സ്ക്വയർ ഫീറ്റും ഇതുവരെ ആയ കോസ്റ്റും കൺസ്ട്രക്ഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഒരുവിധപ്പെട്ട എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നുള്ളത് മെയിനായിട്ട് ഇതിനകത്ത് വരുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റാണ്. സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 850 പ്ലാൻ വരച്ച് ഇപ്പം ചെയ്ത് നിർത്തിയിരിക്കുന്നത് 980 സ്ക്വയർ ഫീറ്റിലാണ്. അതുപോലെ തന്നെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം 9 ലക്ഷം രൂപ ആയിട്ടുണ്ട്. നമ്മുടെ പ്ലാൻ ബഡ്ജറ്റ് ഈ ഒരു ലെവലിലല്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിപ്പം ചെറുതായിട്ടൊന്ന് വർക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നാവായക്കുളത്തുള്ള ഫോർട്ട് ബിൽഡേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. പിന്നെ എന്തൊക്കെയോ ചോദ്യങ്ങളുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പറ്റില്ല, മറന്നുപോയി. മെയിനായിട്ട് കൂടുതലും വന്ന ക്വസ്റ്റ്യൻ ഇതായതുകൊണ്ടാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. ഇനിയിപ്പം നമ്മൾ ലോൺ എടുത്താണ് വീട് വയ്ക്കുന്നതെന്നുള്ള കാര്യം ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോണിൻ്റെ ഡീറ്റെയിൽസ് പറയണമെന്നുണ്ടെങ്കിൽ കിട്ടാവുന്ന ഒരുവിധപ്പെട്ട എമൗണ്ട് എല്ലാം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം കുറച്ച് എമൗണ്ടും കൂടെ ഉള്ളത് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടി വരും. വീടിന്റെ ഒരുവിധം പണികളെല്ലാം തീർത്തിട്ട് ഇനി ബാക്കി എമൗണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ലോണിന്റെ ഡീറ്റെയിൽസും അതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വീടിന്റെ വർക്ക് ഏതുവരെയെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വ്യൂ. ഭയങ്കര ഡിസൈനൊന്നും ഇല്ല, ചെറിയൊരു ബോക്സ് ടൈപ്പ്. ഇൻസ്റ്റഗ്രാമിൽ നമ്മളൊരു റീല് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അതുമായിട്ട് സാമ്യം വരുന്ന രീതിയിൽ ഒരു ഡിസൈൻ അങ്ങ് ചെയ്തു. പുറത്ത് ചെറിയ മഴയുണ്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയി നമ്മളെ വീടിൻ്റെ ഉൾവശം ഒന്ന് കണ്ടിട്ട് വരാം. ആയോ? ഇതാണ് നമ്മുടെ കുഞ്ഞി സിറ്റ് ഔട്ട്. ഇതാണ് നമ്മളെ ലിവിങ് ഏരിയ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം വരുന്നത് ചെറിയൊരു പാർട്ടീഷനുണ്ട്.
ഇവിടെ സ്ക്വയർ ഫീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കട്ടിങ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു അങ്ങനെ കട്ടിങ് ഇടേണ്ട ആവശ്യമില്ല, അതും ഒരു ലിവിങ് റൂമിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് എടുത്തു. ഈ ഒരു സ്പേസിൽ തന്നെയാണ് ഇനി ഡൈനിങ്ങും നമ്മൾ ഇടാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ കിച്ചൺ. ഭയങ്കര വലിയ കിച്ചണൊന്നുമില്ല, സാധാരണ അത്യാവശ്യം നിൽക്കാൻ പറ്റുന്ന സ്ഥലമുള്ള ഒരു കിച്ചണാണ്. ഒരു ഓപ്പൺ കിച്ചൺ സെറ്റപ്പ് വേണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇനി ബാക്കി നമ്മൾ റൂമുകളൊക്കെ ഒന്ന് കാണാം. എത്ര റൂമുണ്ടെന്ന് ചോദിച്ചാൽ 2 റൂമുണ്ട്. അതിൽ ഫസ്റ്റ് ബെഡ്റൂം മെയിൻ കയറി വരുമ്പോൾ കാണാൻ പറ്റുന്ന റൂമാണ്. അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് ഇതിനകത്ത്. ഈ ടോയ്ലറ്റ് വരുന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. അടുത്ത ബെഡ്റൂമും മാസ്റ്റർ റൂമും നമ്മൾ ലിവിങ് റൂമിൽ നിന്ന് കയറി വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്ന റൂമാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതിലൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഇനി നമുക്ക് സ്റ്റെയർ റൂമിലോട്ടൊന്ന് പോയി നോക്കാം. സ്റ്റെയർ റൂം കുറച്ചൊന്ന് പുറത്തോട്ട് തള്ളി നീക്കുക. അതിൽ കുറച്ച് സ്ക്വയർ ഫീറ്റ് ഒന്ന് വ്യത്യാസം വന്ന് ഇവിടെ നമ്മൾ ഒരു ജനൽ വയ്ക്കാനാണ് ഉദ്ദേശിച്ചത്. പിന്നെ ജനൽ വേണ്ടാന്ന് വെച്ചു. ഒരു പർഗോള തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവത്തില്ല, ഫുള്ള് ഫിനിഷ് ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഇനി മുകളിലോട്ട് പോയി മുകളിലോട്ടുള്ള വ്യൂ കാണിച്ചു തരാം. ഇപ്പോൾ വൈകിട്ട് ഇവിടെ നിന്നാൽ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് അണഞ്ഞു കിടക്കുക ഈ ആകാശം. സൺസെറ്റൊക്കെ ഉള്ള സമയത്ത് നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ. പിന്നെ ഈ ചുറ്റും ഒന്ന് നോക്കിയേ, കാട് കാണിച്ചു കൊടുക്ക്. ഭയങ്കര കാടായി. നമ്മൾ ഈ പ്ലോട്ട് വൃത്തിയാക്കുന്ന സമയത്ത് ഇങ്ങനെ അല്ലായിരുന്നു. വൃത്തിയാക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ട് ചാനലിൽ. ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഈ പ്ലോട്ട് ഇങ്ങനെയാണുള്ളത്, എങ്ങനെയാണ് കിടന്നതെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഇതിൻ്റെ കോലം ഇങ്ങനെയാണ്. ഈ പർഗോള ഉണ്ട്, ഇത് ലിവിങ് റൂമിലോട്ട് ഒരു നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്ത ഒരു പർഗോളയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീടിൻ്റെ ചെറിയൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് കണ്ട് മനസ്സിലായി എന്നുള്ള കാര്യമൊന്നും അറിയാൻ വയ്യ കേട്ടോ. നമുക്കും ഇതിങ്ങനെ ഓരോ ഘട്ടം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് നമുക്ക് തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത്. ആ ഒരു വാർപ്പ് സമയത്തൊന്നും ഇതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും ഒരു ഐഡിയ. വാർപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് വീടിന്റെ സ്ട്രക്ചർ എങ്ങനെ ഇരിക്കുന്നെന്ന് മനസ്സിലായത്. വീടിന്റെ വീഡിയോസ് ഇതേപോലെ കാണാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റുകൾ നമ്മൾ വല്ലപ്പോഴൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യും, വീഡിയോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യും കേട്ടോ. സ്ഥിരമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മടിയായതുകൊണ്ടാണ്. പിന്നെ വല്ലപ്പോഴും ഇതേപോലെയൊക്കെ വീഡിയോ ഇടാം. ഓരോ ഘട്ടവും വീഡിയോ ആയിട്ട് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സ്ഥിരമായിട്ട് വീഡിയോ നടന്നില്ല, സമയം കിട്ടുന്നില്ല. അതേപോലെ ഒന്നും നടന്നില്ല കേട്ടോ. പിന്നെ ചെറിയ ചെറിയ റീലും കാര്യങ്ങളൊക്കെ ഇട്ടിടാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.